സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീവ്ര നിലപാടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തിന് UDF തീരുമാനിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു സീറ്റ് ജമാഅത്തിന് നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് ആദ്യം കാണാം. PB കുട്ടൻ നൽകുന്ന വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പിൽ തീവ്ര വർഗീയ കക്ഷിയും മതരാഷ്ട്രവാദികളുമായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി പല കേന്ദ്രങ്ങളിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും സഖ്യത്തിന് നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്. എന്നാൽ ഈ വർഗീയ കക്ഷിയുമായുള്ള കൂട്ടുകെട്ട് വലിയ വിവാദമാകും എന്നുള്ളൊരു ആശങ്ക UDF നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഇത്തവണ പരസ്യമായ സഖ്യം എന്നത് മാറ്റി രഹസ്യ സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാകില്ല എന്നുള്ളൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. നമുക്കറിയാം, നിലമ്പൂർ ബൈ ഇലക്ഷൻ ഉൾപ്പെടെ വളരെ കൃത്യമായ പരസ്യമായ പിന്തുണ UDFന് വെൽഫെയർ പാർട്ടി നൽകിയിരുന്നു. അതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് തന്നെയായിരുന്നു. അന്നൊക്കെ രഹസ്യബന്ധമാണെങ്കിൽ നിലമ്പൂർ ബൈ ഇലക്ഷനോടുകൂടി അത് പരസ്യ പ്രഖ്യാപനമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ച് പൊതുധാരയിലേക്ക് വരികയാണ് എന്നായിരുന്നു അന്ന് UDFന്റെ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ആ പ്രസ്താവനകളൊക്കെ വന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്ത് ഈ തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകളൊക്കെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഇനി അത് പരസ്യ കൂട്ടുകെട്ടിൽ വിവാദമാകേണ്ട എന്നുള്ളൊരു ആശങ്ക, അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രഹസ്യമായ കൂട്ടുകെട്ടിലേക്ക് എത്തുന്നത്. മലപ്പുറത്ത് മമ്പാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോൾ തന്നെ സഖ്യം രൂപപ്പെട്ടു കഴിഞ്ഞു. DCC പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി ഈ സഖ്യസാധ്യത തള്ളാതെ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാത്തിരിക്കൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുമോ, സഖ്യമുണ്ടാക്കുമോ എന്നുള്ള ചോദ്യത്തിന് കാത്തിരിക്കൂ എന്നുള്ള മറുപടിയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി നൽകിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരസ്യമായ സഖ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി ഇടങ്ങളിൽ മുക്കത്തും കാരശ്ശേരിയും ഉൾപ്പെടെയുള്ള കൊടിയത്തൂർ ഉൾപ്പെടെയുള്ള കൂട്ടിലങ്ങാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ UDFും ജമാഅത്തെ ഇസ്ലാമിയും സഖ്യമായാണ് മത്സരിച്ചിരുന്നത്. ഷമ്മി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.